ഹലോ ആൻഡ് വെൽക്കം ടു അനന്ത IAS അക്കാഡമി. ഡിസംബർ 13, 2025 ന്യൂസ് പേപ്പർ അനാലിസിസ് ആണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. എന്നത്തെയും പോലെ സമയം കളയുന്നില്ല, നമുക്ക് നേരിട്ട് ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് നോക്കാം. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് 3 ആർട്ടിക്കിൾസ് ആണ്. ഈ 3 ആർട്ടിക്കിൾസിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റീറ്റെയിൽ ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഓഷനെ കുറിച്ചിട്ടാണ്. അതിനുമായിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ലെക്ചർ ആയിരിക്കും നമ്മൾ ഇന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് തേർഡ് ആയിട്ട് വരുന്നത് ഒരു ചെറിയ MSP റിലേറ്റഡ് ആയിട്ടുള്ളൊരു ന്യൂസ് ആണ്. ഓക്കെ, സോ യെസ്, അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നമുക്ക് നേരിട്ട് നമ്മളുടെ ന്യൂസിലേക്ക് പോവാം. ഓക്കെ, സോ ഫസ്റ്റത്തെ പോയിന്റ് എന്താണ്? ഇൻഫ്ലേഷൻ. ഫസ്റ്റത്തെ ന്യൂസ് എന്ന് പറയുന്നത് റീറ്റെയിൽ ഇൻഫ്ലേഷൻ moves up marginally to 0.7%. ഈ ന്യൂസ് ആ സച്ച് നമുക്ക് നോക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ബേസിക്സിലേക്ക് പോവാം. ബേസിക്സ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ്ലി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഈ ഒരു ന്യൂസ് അനാലിസിസ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ബേസിക്സ്, അതിനെയാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അനന്ത IAS അക്കാഡമിയുടെ എക്കണോമിക് ക്ലാസ്സസ് റെക്കോർഡഡ് ആയിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മെന്റർഷിപ്പും അതേപോലെ തന്നെ പെർട്ടിക്കുലർ ആയിട്ടുള്ള കോഴ്സസും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ യെസ്, അപ്പൊ നമ്മൾ ഒരുപാട് സമയം കളയുന്നില്ല, നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. സോ നമ്മൾ പറഞ്ഞു എന്താണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കിന്റെ കോർ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫ്ലേഷൻ എന്നുള്ള ഒരു ടോപ്പിക്കാണ് അല്ലെ? ഇൻഫ്ലേഷൻ. ഓക്കെ, അപ്പൊ ഈ UPSC പ്രിപ്പറേഷൻ ജേർണിയിൽ നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്ന ഏതൊരു ആസ്പിറന്റും ഡെഫിനറ്റ് ആയിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ UPSC PYQs അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവറി ഇയർ there will be a question on increasing price level അല്ലെങ്കിൽ directly on this kind of inflation എന്നുള്ളൊരു ഇൻഫ്ലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാതെ പേപ്പറുകൾ വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണ്? വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ അപ്പൊ ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്കൊരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ താലി മീൽസ് എന്ത് ചെയ്യുന്നു? ഒരു 2020 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു താലി മീൽസിന്റെ ഒരു താലി പ്ലേറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് സപ്പോസ് അസ്യൂം ചെയ്യുക 100 രൂപയായിരുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, 2025 എത്തുമ്പോൾ അതിന്റെ റേറ്റ് എത്രയായി കാണണം? ഏകദേശം ഒരു 180 രൂപയായിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ താലി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേറെ ഏറ്റവും കോമൺലി നമ്മൾ കഴിക്കുന്ന, ഇപ്പൊ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ചിക്കൻ ബിരിയാണി അല്ലെ? നമ്മൾ 2020 അല്ലെങ്കിൽ പോട്ടെ 2015 നമ്മൾക്കൊരു ഫുൾ ചിക്കൻ ബിരിയാണിക്ക് എത്ര രൂപയായിരിക്കണം നമ്മൾ കൊടുക്കുക? ആവറേജ് ഒരു 100 രൂപയായിരിക്കണം നമ്മൾ പേ ചെയ്യേണ്ടത്. എന്നാൽ ഇപ്പോഴോ, അതായത് 10 years ഡൗൺ ദ ലൈൻ 2025 ആകുമ്പോഴത്തേക്കും എത്ര രൂപയായി? അത് ഏകദേശം 150 മുതൽ 200 രൂപയുടെ അടുത്ത് വരെ എത്തി അല്ലെ? അപ്പൊ ഈ ഒരു ഇൻക്രീസ് കണ്ടോ? ഈ ഒരു ഇൻക്രീസ്, അതായത് എന്താണ്? ഇതിന്റെ പ്രൈസിലാണ് ഇൻക്രീസ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ പ്രൈസിൽ ഉണ്ടായിരിക്കുന്ന ഇൻക്രീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇത് പെർട്ടിക്കുലർലി ഒരൊറ്റ കമോഡിറ്റിയുടെ കേസിലാണ് ഇപ്പൊ നമ്മൾ പ്രൈസ് പറയുന്നത്. ഇൻക്രീസ്, അതായത് നമ്മളിപ്പോ എന്താണ്, നമ്മുടെ ടോട്ടൽ, അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സിന്റെയും റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ വൺസ് അഗൈൻ അപ്പോൾ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കണ്ടീഷൻ, അതായത് പ്രൈസ് ലെവലിൽ ഉണ്ടാവുന്ന മാറ്റം എന്ന് പറയാൻ പറ്റില്ല, പ്രൈസ് ലെവലിൽ ഉണ്ടാവുന്ന ഇൻക്രീസ്, പെർട്ടിക്കുലർലി ഇൻക്രീസ് തന്നെയായിരിക്കണം. നമ്മൾ ഡിക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനെ നമ്മൾ ഡിഫ്ലേഷൻ എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അതിനേക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ബേസിക്സിലേക്ക് നിങ്ങൾ പോകണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ ഓൾറെഡി PCMന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം ആ കാര്യങ്ങളെല്ലാം. അപ്പോ സോ എന്താണ് ഇൻഫ്ലേഷൻ? ഇൻഫ്ലേഷൻ ഈസ് ദി, അപ്പൊ ഇൻഫ്ലേഷന്റെ ഒരു ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഈസ് ദി ഇൻക്രീസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ. ഇൻക്രീസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ. ഓക്കെ, ഓഫ് ഗുഡ്സിന്റെയും ആൻഡ് സർവീസസിന്റെയും ഇൻക്രീസ്, അവരുടെ പ്രൈസിൽ ഉണ്ടായിരിക്കുന്ന വില വർധനവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ വിളിക്കുന്നത് ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്.
അപ്പൊ നമ്മൾ ഇൻഫ്ലേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഇപ്പൊ നമ്മൾ പെട്രോൾ അടിക്കുന്നുണ്ട്, അതിന്റെ റേറ്റ് കൂടിയിട്ടുണ്ട്. നമ്മളുടെ ഫോൺ റീചാർജ് റേറ്റ് കൂടിയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, അതിന്റെ ഇത് റേറ്റ് കൂടുന്നു. എഡ്യൂക്കേഷൻ അതിന്റെ റേറ്റ് കൂടുന്നു. അതേപോലെ തന്നെ നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ അതിന്റെ കോസ്റ്റ് കൂടുന്നു. ഇലക്ട്രിസിറ്റി അതിന്റെ കോസ്റ്റ് കൂടുന്നു, പ്രൈസ് കൂടുന്നു. അപ്പൊ ഇങ്ങനെ ഈ എക്കോണമിയിലുള്ള എല്ലാ കമ്മോഡിറ്റീസിന്റെയും വില വർധനവ്, ഓക്കെ, ആ വില വർധനവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഇൻഫ്ലേഷനെ നമുക്ക് എന്തുകൊണ്ട്, അതായത് ഇൻഫ്ലേഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോറക്സ് ഡിസ്കസ് ചെയ്ത സമയത്ത് മണിയുടെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ് ഒക്കെ നമ്മൾ വരച്ച് നോക്കിയിരുന്നു അല്ലെ. അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞു ഡിമാൻഡ് കൂടുന്നതിന് വാല്യൂ കൂടും അല്ലെ. അപ്പോ സപ്പോസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓക്കെ, ഇപ്പൊ സപ്പോസ് നിങ്ങൾ എന്താണ് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുക. അതായത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ്, ഒരു P1 എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അതിനകത്ത് അപ്പൊ ആളുകളുടെ കയ്യിലുള്ള ഇൻകം, ഓക്കെ, ഇൻകത്തിനെ ഡിനോട്ട് ചെയ്യുന്ന നമ്പർ Y ആണ്. ഓക്കെ, ഇൻകത്തിനെ നമ്മൾ എക്കണോമിക്സിൽ ഡിനോട്ട് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് എന്താണ്? Y ആണ്. ഓക്കെ, അപ്പോ ആ ആളുകളുടെ ഇക്കോണമിയിലുള്ള ആളുകളുടെ ഇൻകം എന്ന് പറയുന്നത് 10 രൂപയായിരുന്നപ്പോൾ, ഓക്കെ, ആളുകളുടെ കയ്യിലുള്ള 10 രൂപയായിരുന്നപ്പോൾ ഈ പ്രൈസ് എന്തായിരുന്നു? പ്രൈസ് 10 രൂപയായിരുന്നു എന്ന് വിചാരിക്കുക. ആളുകളുടെ ഇൻകം 1000 രൂപയായിരുന്നപ്പോൾ പ്രൈസ് 10 രൂപയായിരുന്നു എന്ന് വിചാരിക്കുക. ഇതേ രീതിയിൽ ആളുകളുടെ ഇൻകം, അതായത് അവരുടെ വരുമാനം വർദ്ധിച്ച് അതൊരു 2000 രൂപയായപ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ഈ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കൂടും അല്ലെ. അതായത് ആളുകളുടെ കയ്യിൽ ഇൻകം കൂടി കഴിഞ്ഞാൽ, നമ്മൾ ഈ എക്കണോമിക്സിൽ നമ്മൾ ഡിമാൻഡിൽ പഠിച്ചിട്ടുണ്ടാവും, ആളുകളുടെ കയ്യിലുള്ള ഇൻകം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? അവരുടെ പർച്ചേസിങ് കപ്പാസിറ്റി കൂടും. അപ്പൊ പർച്ചേസിങ് കപ്പാസിറ്റി നമ്മൾ ശരിക്കും എക്കണോമിക്കലി കോൾ ചെയ്യുന്ന ടേം ആണ് പർച്ചേസിങ് പവർ എന്ന് പറയുന്നത്. നമ്മൾ മെയിൻസ് ഒക്കെ എഴുതുമ്പോൾ മാക്സിമം ഇതേപോലത്തെ ടേമുകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു എക്സ്ട്രാ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റുമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, സോ വെൻ ഇൻകം ഇൻക്രീസസ് ദാറ്റ് വിൽ ലീഡ് ടു പർച്ചേസിങ് പവർ അല്ലെ. അപ്പൊ പർച്ചേസിങ് പവർ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താവും? പ്രൊഡക്റ്റിന്റെ റേറ്റ് കൂടും, ഡിമാൻഡ് കൂടും. ഒരു വസ്തുവിന് ഡിമാൻഡ് കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന്റെ പ്രൈസും കൂടും, റൈറ്റ്. അപ്പോ അങ്ങനെ എന്തുണ്ടാവാം? അങ്ങനെ ഉണ്ടാവുന്ന ഈ പറഞ്ഞിട്ടുള്ള ഇൻഫ്ലേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡിമാൻഡ് പുൾ വൺ സെക്കൻഡ് അങ്ങനെ ഉണ്ടാവുന്ന ഇൻഫ്ലേഷനെയാണ് നമ്മൾ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു ഡിമാൻഡിന്റെ ബേസിസിലും സപ്ലൈയുടെ ബേസിസിലും ഉണ്ടാവുന്ന ഈ പറഞ്ഞിട്ടുള്ള ഇൻഫ്ലേഷനെയാണ് നമ്മൾ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്നും സപ്ലൈ പുഷ് ഇൻഫ്ലേഷൻ എന്നും ഒക്കെ വിളിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു എന്താ പറയാ, നമ്മുടെ ഈ ടോട്ടലി നമ്മൾക്ക് ഉണ്ടായിരിക്കുന്ന വില വർധനവ്, ഓക്കെ, പല കാരണങ്ങൾ കാരണമാണ്. അപ്പൊ അതിനകത്ത് ഡിമാൻഡ് കൂടുന്നത് കൊണ്ട് എന്തുണ്ടാവും? ഡിമാൻഡ് കൂടുന്നത് കൊണ്ട് ഇൻഫ്ലേഷൻ ഉണ്ടാവും. സപ്ലൈ കുറയുന്നത് കൊണ്ട് എന്തുണ്ടാവും? നമുക്ക് ഈ ഇൻഫ്ലേഷൻ കൂടും അല്ലെ. നമ്മുടെ കയ്യിൽ സാധനങ്ങളുടെ സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ, സാധനങ്ങളുടെ സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡിമാൻഡ് കൂടും, അപ്പൊ അതിന്റെ റേറ്റ് കൂടും, റൈറ്റ്. അപ്പൊ എന്തുണ്ടാവും? അതൊരു സ്കേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യും അല്ലെ. അപ്പൊ ആ സ്കേഴ്സിറ്റി എന്താവും? ആ വസ്തുവിന്റെ ഡിമാൻഡ് കൂട്ടാനായിട്ട് സാധിക്കും. അത് ലീഡ് ചെയ്യും. ക്ലിയർ? സോ ഈ പറഞ്ഞിട്ടുള്ള ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലൈക്ക് ഞാൻ ആദ്യം പറഞ്ഞു, അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻഫ്ലേഷൻ ഈസ് ദി റൈസ് ഇൻ ദി ജനറൽ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ആൻ ഇക്കോണമി ഓവർ എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, UPSC ക്വസ്റ്റ്യൻ ഫോം ചെയ്യുന്ന സമയത്ത് അവർ പറയും ഇറ്റ് ഈസ് ദി ഓൺലി റൈസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ ഓഫ് ഗുഡ്സ് ഓൺലി എന്ന് പറയും. ഗുഡ്സിന്റെ മാത്രം, നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഗുഡ്സ് മാത്രം, ഗുഡ്സിന്റെ ഇതിനകത്ത് ഉണ്ടാകുന്ന മാത്രം വില വർധനമാണോ? അല്ല, വേറെ എന്താണ്? സർവീസസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷൻ. ഇപ്പൊ എഡ്യൂക്കേഷന്റെ സമയത്ത് എന്തായിരുന്നു? എഡ്യൂക്കേഷൻ നമ്മൾക്ക് ഒരു 20-30 വർഷം മുമ്പ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോഴും ഫ്രീ ആയിട്ട് ചെയ്യാം ഗവൺമെന്റ് സ്കൂളുകളിലും കാര്യങ്ങളിലും എല്ലാം. പക്ഷെ എന്താണ്, പക്ഷെ പ്രൈവറ്റ് സ്കൂളുകളിൽ എന്താണ്, അതിന്റെ ഫീസ് സ്ട്രക്ചേഴ്സ് ഒക്കെ കൂടി. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു മാസം 600 രൂപയായിരുന്നു ഫീസ്. പക്ഷെ ഇപ്പോഴോ 3 മാസം കൂടുമ്പോൾ ഏകദേശം 3500-4000 രൂപയാണ് ഏറ്റവും കുറഞ്ഞ, ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കൂളിലെ ഫീസ് എന്ന് പറയുന്നത്, റൈറ്റ്. അപ്പോൾ ആ സർവീസസ്, അതേപോലെ ഡോക്ടറിന്റെ ചാർജസ്, കൺസൾട്ടേഷൻ ചാർജസ്, ഹെൽത്ത് കെയർ ഫെസിലിറ്റി, നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ഓട്ടോ ചാർജസ്, അത് കൂടുന്നതിന്റെ കാരണം ഇൻഫ്ലേഷൻ ആയിട്ട് നമുക്ക് പറഞ്ഞൂടെ.
ഓട്ടോ ചാർജസ് എത്ര വരുന്നു? നമുക്കൊരു 10 കിലോമീറ്റർ ഓക്കെ ഒരു 10 ഇയർ മുന്നേ പോകണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു 200 രൂപ നമ്മൾ പേ ചെയ്താൽ മതിയാവും. പക്ഷെ ഇന്നോ 10 കിലോമീറ്റർ നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു എന്താ പറയാ 500 രൂപയുടെ അടുത്ത് കൊടുക്കേണ്ടി വരും. So that means the inflation is the rise in the general price level of goods as well as services in an economy. Clear? Yes. ഇനി നമുക്ക് രണ്ട് തരത്തിലുണ്ട്. നമുക്ക് ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ട്. അപ്പൊ ഇൻഫ്ലേഷനെ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ഇൻഫ്ലേഷനെ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമാണ് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഒരു എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം എത്രയാണ് അവിടുത്തെ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഏറ്റവും സിംപ്ലി പറയുക. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സപ്പോസ് നമ്മളുടെ കഴിഞ്ഞ വർഷത്തെ പ്രൈസ്, അതായത് ഇൻകം അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ടോട്ടൽ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത്, ഈ P1 എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയായിരുന്നു എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, അത് നെക്സ്റ്റ് ഇയർ, അതായത് 2021 ആയപ്പോഴത്തേക്കും P1ന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഓക്കെ 101 രൂപയായി എന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. അതായത് 100 രൂപയിൽ നിന്നും 101 രൂപയിലേക്ക് ഇൻക്രീസ് സംഭവിച്ചു. ഓക്കെ, ആ ഇൻക്രീസിനെ നമ്മൾ എന്ത് പറയുന്നു? ആ ഇൻക്രീസ് ആണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എത്ര ശതമാനമാണ് ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നത്? 1% ആണ്. ഓക്കെ, ഒരു 1% ആണ് എന്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻഫ്ലേഷൻ ഉണ്ടായിരിക്കുന്നത്. അതേപോലെ സപ്പോസ് അത് 100 രൂപയിൽ നിന്നും 110 രൂപയായിട്ട് കൂടി കഴിഞ്ഞാൽ അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? 10% ഇൻഫ്ലേഷൻ. റൈറ്റ്. അപ്പോ ഈ ഇൻഫ്ലേഷൻ എത്ര കൂടി, അതായത് ഇൻഫ്ലേഷൻ ചുമ്മാ അങ്ങ് കൂടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് എന്ത് വേണമെങ്കിലും അഫോർഡ് ചെയ്യാം. ഇപ്പൊ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ആയിട്ടുള്ള ആളുകൾക്ക്, നല്ല ഇൻകം ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? അവരെ ഇത് അഫക്ട് ചെയ്യുന്നില്ല. അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് മേടിക്കാം. അവർ 10 രൂപയുടെ കാര്യമേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് പറയും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ഇന്ത്യയിൽ ഇപ്പൊ നമ്മളെല്ലാം കേരളത്തിന്റെ ബേസിസിൽ നമ്മൾ എടുക്കരുത്. കേരളത്തിൽ ഒരാള് ഒരു കൂലിപ്പണിക്ക് വരുന്ന ആൾക്ക് അദ്ദേഹത്തിന് നമ്മൾ ഏകദേശം ഒരു എത്രയാണ് 1000 രൂപ ഒരു ദിവസം കൊടുക്കേണ്ടി വരും. ഇതേ ആള് മുംബൈയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഇപ്പൊ ഏതെങ്കിലും അസാം പോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരു ദിവസത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ 150 രൂപ ഒക്കെയാണ് വേജസ് എന്ന് പറയുന്നത്. ഈ 150 രൂപ വേജ് വരുമാനമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റിന് 10 രൂപ കൂടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും ഈസി ഓഫ് കാൽക്കുലേഷൻ നമുക്ക് പറയാം, ഒരു 15 രൂപ കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ 10% ആണ് എന്ത് വേജിനകത്ത് വന്നിരിക്കുന്ന ഡിഫറൻസ്. അപ്പൊ അത് വളരെ മോശമാണ് അല്ലെ? ദാറ്റ് വിൽ ലീഡ് ടു ഇൻഇക്വാലിറ്റി. ഇൻഇക്വാലിറ്റി എന്നുള്ളൊരു ടേം ഉണ്ട്. അത് മാക്സിമം നമ്മുടെ ആൻസേഴ്സിലൊക്കെ യൂസ് ചെയ്യുക. നല്ലൊരു ടേം ആണ്. അപ്പൊ ഇൻഇക്വാലിറ്റിക്ക് കാരണമാവും. ഇൻഫ്ലേഷൻ വിൽ ലീഡ്സ് ടു ഇൻഇക്വാലിറ്റി. അപ്പൊ ആ ഇൻഇക്വാലിറ്റി ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് ഉണ്ടാവാതിരിക്കാനാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? RBI ആണ്. ഓക്കെ, ആസ് പെർ RBI ആക്ട് 1934 പ്രകാരമാണ് എന്ത് RBI വാസ് ചാർജ് ടു മെയിൻറ്റെയിൻ എന്താണ്? സ്റ്റെബിലിറ്റി ഇൻ ദി പ്രൈസ് ലെവൽ. സ്റ്റെബിലിറ്റി ഇൻ ദി പ്രൈസ് ലെവൽ. സ്റ്റെബിലിറ്റി ഇൻ ദി പ്രൈസ് ലെവൽ. ഓക്കെ, അതിനകത്തൊരു പെർട്ടിക്കുലർ ആയിട്ടൊരു കമ്മിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് മോണിറ്ററി പോളിസി കമ്മിറ്റി. അവരാണ് മേജർലി ടാസ്ക്ഡ് ടു കൺട്രോൾ ദി ഇൻഫ്ലേഷൻ. ഓക്കെ, യാ. അപ്പോൾ ഈ ഇൻഫ്ലേഷനെ ഇവർ ടാർഗറ്റ് ചെയ്യുന്ന ടൂൾസ് ഒക്കെ നമുക്ക് പിന്നീട് ഒരു ദിവസം ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിന് മുൻപുണ്ടായിരുന്നിരിക്കുന്ന കറണ്ട് അഫയേഴ്സ് വീഡിയോസിലൊക്കെ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലാസ് തന്നെ നമുക്ക് വേണം. നമുക്കിപ്പോൾ നമ്മളുടെ ഈ ഒരു ബേസിക് ലെവൽ അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് നമുക്ക് ഉണ്ടാക്കാനായിട്ട് അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, സോ RBIയുടെ അണ്ടറിൽ വരുന്ന MPC, മോണിറ്ററി പോളിസി കമ്മിറ്റി, അതൊരു UPSC ആണ്. നിങ്ങളെല്ലാവരും ആ ഒരു കമ്മിറ്റിനെ കുറിച്ചിട്ട് റീഡ് ചെയ്യണം. അതിനകത്തുള്ള മെമ്പേഴ്സ് ആരൊക്കെയാണ് അപ്പോയിന്റ് ചെയ്തത്, RBIയുടെ എത്ര മെമ്പേഴ്സ്, ഫൈനാൻസ് മിനിസ്ട്രിയുടെ എത്ര മെമ്പേഴ്സ്, അങ്ങനെ സെക്രട്ടറി, റിസർവ് ബാങ്ക് ഗവർണർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കുക. അതൊരു PYQ ആണ്, ചോദിച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ചോദിക്കാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളുടെ ഈ ഇൻഫ്ലേഷന്റെ RBIയുടെ ടാർഗറ്റ്, അതായത് RBI നമ്മൾ പറഞ്ഞു ഇപ്പോൾ 100 രൂപ ഉണ്ടായിരുന്ന സാധനം 101 രൂപയായി അല്ലെ? അതായത് 1%. അപ്പോ എത്രയാണ് ഇൻഫ്ലേഷൻ? ഇല്ലാതിരിക്കില്ല ഒരിക്കലും. ഒരു ഇക്കോണമിയിൽ, ഗ്രോത്ത് ഉള്ള ഒരു ഇക്കോണമിയിൽ ഡെഫിനറ്റ്ലി ദർ വിൽ ബി ഇൻഫ്ലേഷൻ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പൊ കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര പെർസെന്റേജിൽ അതിനെ പെഗ് ചെയ്യണം? അതിനെ പെഗ് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മൾ ടാർഗറ്റ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ 4% ഇൻഫ്ലേഷൻ വരെ ഓക്കെയാണ്.
അങ്ങനെയല്ല, 4% നമ്മളുടെ ടാർഗറ്റ്. 4% വരെ ഓക്കെ എന്ന് പറയുന്നില്ല, 4% നമ്മുടെ ഇൻഫ്ലേഷൻ ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾക്ക് നമ്മളുടെ ഇൻഫ്ലേഷൻ 4% ലോക്ക് ചെയ്യണം, 4% കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, ഇൻ കേസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മാക്സിമം എവിടെ വരെ പോവാം? 6% വരെ പോവാം. മാക്സിമം 6% വരെ പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻഫ്ലേഷൻ വളരെ ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു സാധനത്തിന് വില കൂടിയില്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ആർക്കും ലാഭം കിട്ടില്ലല്ലോ, റൈറ്റ്? അപ്പോൾ ആ ഇൻഫ്ലേഷൻ വളരെയധികം മിനിമം, അതായത് മിനിമം എത്ര വേണം? മിനിമം എന്തായാലും മിനിമം ഇൻഫ്ലേഷൻ ഒരു 2% എങ്കിലും വേണം. ഓക്കെ, അതായത് 4 നമ്മുടെ ഐഡിയൽ ആയിട്ടുള്ള കണ്ടീഷൻ. 4 മാക്സിമം എവിടെ വരെ പോവാം? 6 വരെ ആവാം, 6 വരെ പോവാം. ഓക്കെ, കുറയാൻ പാടില്ല. ഇൻഫ്ലേഷൻ കുറഞ്ഞ് 2% കൂടുതൽ കുറയാൻ പാടില്ല. ഓക്കെ, ഇതിൽ കൂടുതൽ കുറയാനും പാടില്ല, ഇതിന് കൂടുതൽ കൂടാനും പാടില്ല. അപ്പൊ അതാണ് നമ്മൾ ഇങ്ങനെ വിളിക്കുന്നത് 4 + or -2%. 4 + 2% 6%, അത് ഓക്കെയാണ്. 4 - 2% അത് 2%, അതും ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു ടാർഗറ്റ് മേജർലി കൊണ്ടുവന്നത് ഊർജിത് പട്ടേൽ കമ്മിറ്റിയാണ്. ഞാൻ ഇവിടെ നോട്ടിൽ ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഊർജിത് പട്ടേൽ കമ്മിറ്റിയാണ് ഈ ഒരു ടാർഗറ്റ് കൊണ്ടുവന്നത്. ഓക്കെ, ഈ ഒരു 4% ബാൻഡിനകത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു കമ്മിറ്റീനെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു പരിപാടി ഡിസൈഡ് ചെയ്യണം എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ കൊടുത്തത് ഊർജിത് പട്ടേൽ കമ്മിറ്റിയാണ്. ഓക്കെ, സോ നമുക്ക് ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ ദെൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്, ഇപ്പൊ ഏതൊക്കെ ഗുഡ്സിനെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, 2015 വരെ RBI കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത് WPI ആണ്. WPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, ആ വാക്ക് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യും. UPSCക്ക് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ടേമിനെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ഔട്ട് ചെയ്തിട്ട് ഒരു പുതിയ മീനിങ് കൾട്ടിവേറ്റ് ചെയ്ത് ആ മീനിങ് ഉപയോഗിച്ച് നിങ്ങളുടെ ഓപ്ഷൻസിനെ മാച്ച് ചെയ്ത ആൻസേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സ്കിൽ, അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അപ്പൊ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഗുഡ്സിന്റെ ഹോൾസെയിൽ റേറ്റ് എടുത്തിട്ട് അതിനകത്ത് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് വന്നിട്ടുണ്ടെന്ന് നോക്കുന്നു. അതിന്റെ ബേസിസിൽ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതാണ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിനകത്ത് എന്തില്ല? സർവീസസ് ഇൻക്ലൂഡഡ് അല്ല, ഒൺലി ഗുഡ്സ് മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ, കാരണം എന്താ? ഈ സർവീസസിന് ഹോൾസെയിൽ പ്രൈസ് ഇല്ല. ഹോൾസെയിൽ ആയിട്ട് ടീച്ചർ നിങ്ങളെ 5 രൂപയ്ക്ക് പഠിപ്പിക്കാം, റീറ്റെയിൽ ആയിട്ട് നിങ്ങളെ 10 രൂപയ്ക്ക് പഠിപ്പിക്കാം എന്ന് പറയില്ലല്ലോ. സർവീസസിന്റെ കേസിൽ എന്തില്ല? ഒരു ഹോൾസെയിൽ റേറ്റ് ഇല്ല. അതായത് ഇൻ കേസ് ഓഫ് സർവീസസ് ദർ ഇസ് നോ ഹോൾസെയിൽ റേറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തില്ല? WPIയില് സർവീസസ് ഇല്ല. ക്ലിയർ? ഓക്കെ, ആഫ്റ്റർ 2015 എന്തായി? നമ്മൾ CPIയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സസിലേക്ക്. അതായത് ഊർജിത് പട്ടേൽ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന് ശേഷം നമ്മൾ CPIയിലേക്ക് മാറി. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. സോ എന്തായിരിക്കും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്? നമ്മൾ പറഞ്ഞു ഈ WPIയിൽ എന്താണ്? ഹോൾസെയിൽ പ്രൈസ് ആണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനകത്ത് എന്താണ്? റീറ്റെയിൽ പ്രൈസ് ആണ്. അപ്പൊ റീറ്റെയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയ്യർ അല്ലെങ്കിൽ കസ്റ്റമർ മേടിക്കുന്ന പൈസ, അതായത് കറക്റ്റ് പൈസ, അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള അവരുടെ എക്സ്പെൻസ്. അതാണ് എന്ത്? ഈ പറഞ്ഞിട്ടുള്ള കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനകത്ത് വരിക. ഓക്കെ, അപ്പൊ കൺസ്യൂമർ പ്രൈസിനകത്ത് എന്തൊക്കെ വരും? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിനകത്ത് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ്, ഗുഡ്സ് വരും, സർവീസസ് വരും. കാരണം എന്താ? നമ്മളിപ്പോ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഹെൽത്തിന് വേണ്ടിയിട്ട് പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ലക്ഷറിക്ക് വേണ്ടിയിട്ട് പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം എന്ത്? ഈ CPIയിൽ വരും. അപ്പൊ ഈ ഡിഫറൻസ് ബിറ്റ്വീൻ CPI ആൻഡ് WPI നിങ്ങൾ ഒരു നോട്ട് ഉണ്ടാക്കണം. ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ CPIയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മളുടെ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇൻഫ്ലേഷൻ നമ്മൾ ഏകദേശം ഒരു 3% അല്ലെങ്കിൽ ഒരു 4% ഒക്കെ ആണെങ്കിൽ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. 6 കഴിഞ്ഞാൽ പ്രശ്നം, മോർ ദാൻ 6 ആയാൽ പ്രോബ്ലം ആവും, ലെസ് ദാൻ 2 ആയാൽ പ്രോബ്ലം ആവും. അപ്പോൾ ഈ ഒരു ഇതിനകത്ത് പെഗ് ചെയ്യുക എന്നുള്ളതാണ് ഈ MPC എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ ടാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതേപോലെ ഈ CPI എന്ന് പറയുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനത്തിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ അറിയണം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏകദേശം ഫുഡ് ആൻഡ് ബീവറേജസ്, അതായത് ഭക്ഷണവും കാര്യങ്ങളാണ് എത്ര? 45%. അതായത് നമ്മൾ 100 പ്രൊഡക്ട്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 100 എണ്ണത്തിൽ 45 എണ്ണത്തോളം എന്താണെന്ന് പറയുന്നത്? ഫുഡ് ഐറ്റംസ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ,
ദെൻ ഹൗസിങ്സ് അതാണ് 10% വരുന്നത്. ഫ്യുവൽ ആൻഡ് ലൈറ്റ് 6%, ക്ലോത്തിങ് 6%, ടാൻ, ടുബാക്കോ ആൻഡ് ഇൻടോക്സിക്കൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇത് നമ്മുടെ ആൻസർ ഷീറ്റിൽ കാണുമ്പോൾ അയ്യേ അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ലല്ലോ, അല്ലെങ്കിൽ ഇതൊന്നും വരില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ എലിമിനേറ്റ് ചെയ്യും. പക്ഷെ CPI കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പാനും ടുബാക്കോയും ഇൻടോക്സിക്കൻസും യൂസ് ചെയ്യും. കാരണം എന്താണ്, ഞാൻ പറഞ്ഞു ഈ CPI കൺസ്യൂമർ ബേസ് ചെയ്യുന്നതാണ്. അപ്പൊ അദ്ദേഹം മദ്യപിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അദ്ദേഹം പുകവലിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന വർധനവും അദ്ദേഹത്തിന്റെ ഇൻഫ്ലേഷനെ അഫക്ട് ചെയ്യും, റൈറ്റ്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. പിന്നെ മിസലേനിയസ് ആയിട്ട് 28%. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു കാര്യമാണ്, ഈ ഫുഡ് ഐറ്റംസ്. അപ്പൊ ഫുഡ് ഐറ്റംസിനകത്ത് വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഇതെന്താണ്, ഇതിന്റെ ഈ പറഞ്ഞിട്ടുള്ള ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫുഡ്, ഫ്യൂവൽ. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചറിയാം എല്ലാ ദിവസവും വില വർധനവുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. എന്താണ്? ഒന്നാമതായിട്ടുള്ളതാണ് പെട്രോൾ. പെട്രോളിന് വില കൂടി, ഡീസലിന് വില കുറഞ്ഞു, പെട്രോളിന് വില കുറഞ്ഞു, മണ്ണെണ്ണയ്ക്ക് വില കൂടി എന്നൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. അതെന്താണ്? വളരെ ഫ്ലെക്സിബിൾ ആണ് അല്ലെ, വളരെ ഡൈനാമിക് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് കൂടും നാളെ കുറയും, ഇന്ന് അങ്ങനെ ഒരു സെറ്റപ്പിലാണ്. അതേപോലെ തന്നെയുള്ള സാധനമാണ് വെജിറ്റബിൾസ്. ഇപ്പൊ നമ്മൾ കേൾക്കാറില്ല, ടൊമാറ്റോയുടെ വില കുറഞ്ഞു, ടൊമാറ്റോയുടെ വില കൂടി, ഉള്ളിയുടെ വില കുറഞ്ഞു, ഒനിയൻ കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫ്ലക്ച്വേഷൻസ് വളരെ കൂടുതലുള്ള ഒരു സാധനമാണ്. ഓക്കെ, അപ്പൊ ആ ഫ്ലക്ച്വേഷൻസ് എന്താണ്? ആ ഫ്ലക്ച്വേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇൻഫ്ലേഷനെ അഫക്ട് ചെയ്യുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ ആ ഫ്ലക്ച്വേഷൻസ്, അതായത് ഒരു ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫുഡിന്റെയും ഫ്യൂവലും, ഓക്കെ, അതിനകത്തുണ്ടായിരിക്കുന്ന ഡൈനാമിക്, അതായത് അതിനകത്തുണ്ടായിരിക്കുന്ന ചേഞ്ചസ്, ഓക്കെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഫ്ലേഷനെ വിളിക്കുന്ന പേരാണ്, ശ്രദ്ധിച്ച് കേൾക്കുക, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഫ്ലേഷനെ വിളിക്കുന്ന പേരാണ് ഹെഡ് ലൈൻ ഇൻഫ്ലേഷൻ. ഓക്കെ. അതേസമയം നമ്മൾ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫുഡിനെയും ഫ്യൂവലിനെയും ഒഴിവാക്കുകയാണെന്ന് വിചാരിക്കാം. കാരണം എന്താ? അത് വളരെയധികം ഡൈനാമിക് ആണ്, അത് നമ്മുടെ കറക്റ്റ് ഇൻഫ്ലേഷൻ പ്രൊഡിക്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടാവുന്ന ഇൻഫ്ലേഷൻ, അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഫ്ലേഷൻ ആണ് കോർ ഇൻഫ്ലേഷൻ. ഓക്കെ, ഈ ടേമും തെറ്റിപ്പോരുത്, വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡെഫിനിഷൻ വൈസ് ചോദിക്കാം UPSCക്ക്. ഓക്കെ, ഹെഡ്ലൈൻ ഇൻഫ്ലേഷനും കോർ ഇൻഫ്ലേഷനും. ഓക്കെ, അപ്പോ ഈ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനും കോർ ഇൻഫ്ലേഷനും നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ ഡിഫറൻസസ് മനസ്സിലാക്കുക. ഓക്കെ, കൂടുതലും ഈ ഡെവലപ്പിംഗ് നേഷൻസ് എന്ത് ചെയ്യുന്നു? ഡെവലപ്പിംഗ് നേഷൻസ് കൂടുതലും ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമുക്കിപ്പോഴും ഭക്ഷണവും നമ്മുടെ എനർജിയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അവരുടെ ഇൻകത്തിന്റെ വലിയൊരു ലാർജ് പെർസെന്റേജ് ഓഫ് സാധനങ്ങൾ നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമ്മൾക്ക് കറക്റ്റ് പ്രൈസ് കിട്ടണമെങ്കിൽ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അതേസമയം കോർ ഇൻഫ്ലേഷനോ ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസ് ലൈക്ക് US അല്ലെങ്കിൽ യൂറോപ്യൻ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ജപ്പാൻ പോലുള്ള നേഷൻസ് എന്താണ്, കോർ ഇൻഫ്ലേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഫുഡും അതേപോലെ തന്നെ എനർജി ഒന്നും അവരുടെ ഇൻകത്തിന്റെ വലിയൊരു ശതമാനം അതിനു വേണ്ടിയിട്ട് അവർ മാറ്റി വെക്കുന്നില്ല, വളരെ കുറവാണ്, അവരധികം അതിൽ അഫക്റ്റഡ് ആവുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആണ് അവരത് ചെയ്യുന്നത്. ഓക്കെ, ഐ ബിലീവ് ഇത് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ടെക്നിക്കലാണ്, നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഇനി നിങ്ങൾ ഈ ന്യൂസ് ഒന്ന് വായിച്ചു നോക്കൂ. അതായത് റീറ്റെയിൽ ഇൻഫ്ലേഷൻ കൂടി എന്നാണ് പറയുന്നത്. ഹോൾസെയിൽ ഇൻഫ്ലേഷൻ എന്താണെന്ന് അറിയാം, റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്താണെന്ന് അറിയാം. റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഏതിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? CPI-ലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ വളരെ നല്ലൊരു ആർട്ടിക്കിൾ ആണ്, നിങ്ങൾ ഇത് എന്തായാലും ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, യെസ്, നമ്മൾ നമ്മളുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, രണ്ടാമത്തെ ന്യൂസ്, ദ ഇന്ത്യൻ ഓഷ്യൻ ആസ് ക്രാഡിൽ ഓഫ് എ ന്യൂ ബ്ലൂ എക്കോണമി. ഓക്കെ, ഇത് നമുക്ക് ഇതിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് ഈ ആർട്ടിക്കിൾ ആസച്ച് വായിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിനകത്ത് ടോപ്പിക് കിട്ടി, ദാറ്റ് ഈസ് അവർ ഇന്ത്യൻ ഓഷ്യൻ. ഇതാണ് നമ്മളുടെ ഇന്ത്യൻ ഓഷ്യന്റെ ഒരു മാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മെയിൻസിനൊക്കെ നമ്മൾ എഴുതുന്ന സമയത്ത് ഇഫ് പോസിബിൾ ജസ്റ്റ് ഡ്രോ എ മാപ്പ് ലൈക്ക് ദിസ്. നമ്മളുടെ ഒരു ആഫ്രിക്ക, ഓക്കെ, ദെൻ യൂറോപ്യൻ ഏഷ്യ, ഓക്കെ, ഇന്ത്യ, ഇത് നമ്മൾ ജോയിൻ ചെയ്യാം, ദെൻ ഓസ്ട്രേലിയൻ മാപ്പും വരയ്ക്കുക. എന്നിട്ട് ഈ ഒരു പോർഷൻ ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യണം. കാരണം അപ്പൊ നമുക്ക് എന്താണ് കുറച്ചുകൂടി ക്ലാരിറ്റി നമ്മുടെ ആൻസേഴ്സിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇന്ത്യൻ ഓഷ്യന്റെ ഒരു ചെറിയ മാപ്പൊക്കെ വരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ.
അപ്പൊ എത്രത്തോളം വലുതാണ് ഇന്ത്യൻ ഓഷ്യൻ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ട് എക്സാമിനറോട് കൺവിൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പൊ ഞാനിനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. ഇത് നിങ്ങളുടെ മെയിൻസിന് ഡേറ്റ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾക്ക് മിക്കവാറും വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ്. ഓക്കെ, നമുക്ക് അതിന് മുമ്പ് നമുക്ക് മെയിൻസിന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഞാൻ പറഞ്ഞു ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്ന ടോപ്പിക് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നോക്കൂ. 2017 ചോദ്യം ചോദിച്ചിട്ടുണ്ട്, 2018 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നോക്കൂ, 2017 ചോദിച്ചു, 2018 ചോദിച്ചു, 2019 ചോദിച്ചു, 2020, 2021, 2022, 2023, 2024, 2025 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ എവറി ഇയർ there will be a question related to Indian Ocean. ക്ലിയർ? ഡയറക്ട്ലി ആവണം എന്ന് നിർബന്ധമില്ല. നമ്മുടെ ആൻസേഴ്സിനകത്ത് ഒരു എലമെന്റ്, ഇന്ത്യൻ ഓഷ്യൻ എലമെന്റ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു മറൈൻ സെക്യൂരിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഒരു മറൈൻ ഇക്കോണമി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് GS3-ലോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അതിന്റെ പൊല്യൂഷനുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇക്കോളജി ആൻഡ് എൻവയോൺമെന്റിലോ ഒക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ നമുക്ക് 2023 ചോദിച്ചിരിക്കുന്ന ചോദ്യം നോക്കാം. ദാറ്റ് ഈസ് ഡിസ്കസ് ദ സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ ഫോർ ഇന്ത്യ സെക്യൂരിറ്റി ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ്. ഓക്കെ, അതിന് മുമ്പ് എന്താണ്, ദ ഇൻഡോ പസഫിക് കോൺസെപ്റ്റ് ഈസ് ജിയോ പൊളിറ്റിക്കൽ റിയാലിറ്റി, ബട്ട് ഇന്ത്യസ് പ്രൈമറി ഫോക്കസ് റിമെയിൻ ഓൺ ഇന്ത്യൻ ഓഷ്യൻ. Examine the role of regional grouping like IORA and BIMSTEC in India's maritime security. So, ഇന്ത്യയുടെ മാരിടൈം അല്ലെങ്കിൽ കോസ്റ്റൽ ആ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ 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 എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് UPSC എക്സാമിന്. ഓക്കെ, ക്ലിയർ? സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരുപാട് സമയം കളയണ്ട. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ്, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ അനന്ത ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അനന്ത IAS അക്കാഡമിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമുക്ക് കിട്ടും. ആ നമ്പറിലേക്ക് നിങ്ങൾ എല്ലാവരും 2023 ചോദിച്ചിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് അയച്ചു തരിക. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് 5 ദിവസത്തിനുള്ളിൽ ഫീഡ്ബാക്ക് തരുന്നതായിരിക്കും. ഓക്കെ, യെസ്, ക്ലിയർ? സോ അപ്പൊ നമുക്ക് ഈ ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് മനസ്സിലാക്കാം. സോ നമുക്ക് കുറച്ച് ഡേറ്റാസും ഫാക്ട്സും നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് എന്താണ്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ്, ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ പറഞ്ഞ ഇന്ത്യൻ ഓഷ്യന്. അപ്പൊ അതിൽ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. ദാറ്റ് ഈസ് ഏകദേശം 80% ഗ്ലോബൽ ഓയിൽ ഷിപ്മെന്റ്സ് എന്താണ് പാസ്സാവുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ഓഷ്യനിലൂടെയാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ വന്ന് ഇങ്ങനെ പോയി ഇവിടെ വരുന്നു, ആഫ്രിക്കയിൽ വരുന്നു, ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്നു, ഇന്ത്യയിലേക്ക് വരുന്നത്, മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത്, റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ആ പറഞ്ഞിട്ടുള്ള എല്ലാ എലമെന്റ്സും ഇതിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഏകദേശം 80% ലോകത്തിന്റെ ഓയിൽ ഷിപ്മെന്റ്സുകൾ, പെട്രോളിയം അതേപോലെയുള്ള സംഗതികളുടെയൊക്കെ ഷിപ്മെന്റ്സ് അവിടെ ഇതിലൂടെയാണ് നടക്കുന്നതെന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യനിലൂടെയാണ് നടക്കുന്നത്. ഇത് നിങ്ങൾക്ക് മെയിൻസിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്. ഓൾമോസ്റ്റ് എല്ലാവരും എഴുതുന്ന ഒരു ഫാക്ട് ആണ്. ഇത് നിങ്ങൾ മിസ് ഔട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാവും. ഓക്കെ, ദെൻ ഏകദേശം ഇന്ത്യയുടെ സിഗ്നിഫിക്കൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലേക്ക് വരുന്ന 90%, ഇന്ത്യയുടെ ട്രേഡ് വോളിയം വഴി, കപ്പൽ വഴി വരുന്നതെല്ലാം എന്താണ്, ഇന്ത്യൻ ഓഷ്യനിലൂടെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാ ഈ പറഞ്ഞിട്ടുള്ള വേണമെന്നുണ്ടെങ്കിൽ പറയാം ട്രേഡും, ഇപ്പൊ റോഡ് മാർഗമല്ലാത്ത എല്ലാം കപ്പൽ വഴി വരുന്ന എയർ ലിഫ്റ്റിങ്ങും എയർ കാർഗോയും അതേപോലെ തന്നെ നമ്മളുടെ റോഡ് വഴി വരുന്ന ഗുഡ്സും ഒഴിച്ച് ബാക്കിത്തെ എല്ലാം വരുന്നത് എന്താണ്, എവിടെ നിന്നാണ്, നമ്മളുടെ ഈ ഒരു ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ നിന്നുമാണ്. ഓക്കെ, അതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ കംസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബ്ലൂ ഇക്കോണമി. ഓക്കെ, ബ്ലൂ ഇക്കോണമി എന്ന് പറയുന്നത് നമ്മളുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെ ടാർഗറ്റ് ചെയ്തും അല്ലെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ട് കുറച്ച് BOP ബാലൻസ് കൊണ്ടുവരാനും ഒക്കെ വളരെയധികം ഗവൺമെന്റ് ഇപ്പോൾ പുഷ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ പറഞ്ഞിട്ടുള്ള ബ്ലൂ ഇക്കോണമി എന്ന് പറയുന്നത്. ബ്ലൂ ഇക്കോണമി എന്ന് പറയുന്നത് എന്താണ്, കടലിനകത്ത്, അതായത് ബ്ലൂ എന്ന് പറയുന്നത് തന്നെ മറൈൻ, അതേപോലെ ഓഷ്യൻ, സീ, അതേപോലെ സീ വാട്ടർ ബോഡിനെ സിഗ്നിഫൈ ചെയ്യുന്നതാണ്. റൈറ്റ്? അപ്പോൾ ഈ ബ്ലൂ ഇക്കോണമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കടലിനകത്തുള്ള ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. റൈറ്റ്? അപ്പോൾ ആ കടലിനകത്തുള്ള റിസോഴ്സസിനെ എല്ലാം മാക്സിമം ടാപ്പ് ചെയ്ത് അതിനകത്ത് നിന്ന് മാക്സിമം എന്ത് ചെയ്യുക, നല്ല ഒരു എന്താ പറയുക, മാക്സിമം അതിനെ യൂസ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സുമായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്ന ഒരു ഐഡിയ ആണ് ബ്ലൂ ഇക്കോണമി എന്ന് പറയുന്നത്. ദെൻ നമ്മൾ എപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ വരയ്ക്കുമ്പോൾ ഒരു ഡയഗ്രാം ഡ്രോ ചെയ്യുക, പെനിൻസുലർ ഇന്ത്യയുടെ ഡയഗ്രാം ഡ്രോ ചെയ്യുക. ഓക്കെ, ദെൻ ഈ ഒരു റീജിയൻ ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മാർക്ക് ചെയ്യാം. നമ്മുടെ പെനിൻസുലർ ഇന്ത്യയുടെ റീജിയൻ എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ ആണ്, 7516 കിലോമീറ്ററോളം കടലാണ് ഇന്ത്യയുടെ. അതായത് കടലുമായിട്ട് ബൗണ്ടറി ഉണ്ട് നമുക്ക്. റൈറ്റ്? നമ്മുടെ ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുജറാത്ത് മുതൽ ഓക്കെ നമ്മുടെ വെസ്റ്റ് ബംഗാൾ വരെ, ഓക്കെ ഇവിടെ തമിഴ്നാട്, കേരളം, ഒഡീഷ, ആന്ധ്രാപ്രദേശ്,
പിന്നെ നമുക്ക് തമിഴ്നാട്, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഇത്രയും സ്റ്റേറ്റ്സുമായിട്ട് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റൽ ലൈൻ നമുക്കുണ്ട്. സോ അതും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ മഹാസാഗർ ഡോക്ട്രിൻ എന്ന് പറയുന്നത്, മഹാസാഗർ ഡോക്ട്രിൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഇന്ത്യൻ ഓഷ്യൻ. ഓക്കെ, സോറി. അപ്പോൾ ഇത്രയാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ബ്ലൂ എക്കോണമി വരെയുള്ളതാണ് സിഗ്നിഫിക്കൻസ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യേറ്റീവ്സ് ബൈ ഗവൺമെന്റ്. അപ്പൊ അതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് മഹാസാഗർ ഡോക്ട്രിൻ എന്ന് പറയുന്നത്. ഓക്കെ, മഹാസാഗർ ഡോക്ട്രിൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ ഫ്രീക്വന്റ് ആയിട്ട് നടക്കുന്ന മിലിറ്ററി എക്സസൈസസും, ഗവൺമെന്റ് മിലൻ എന്നൊക്കെ പറയുന്ന എക്സസൈസസ് ഫ്രാൻസോ ആയിട്ടുള്ളത്, പിന്നെ US ആയിട്ടുള്ള നമ്മളുടെ ഓരോ എക്സസൈസസ്, അതേപോലെ തന്നെ ക്വാഡിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ പറഞ്ഞ ഇന്ത്യൻ ഓഷ്യൻ വളരെ വലിയൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ക്വാഡ്, അപ്പൊ അങ്ങനെ പിന്നെ അതേപോലെ തന്നെ പിന്നെ അതേപോലെ ഈ ഇന്ത്യൻ ഓഷ്യനിൽ ഈ പറഞ്ഞിട്ടുള്ള ഏർലി വാർണിംഗ് സിഗ്നൽസിന് വേണ്ടിയിട്ട് നമ്മൾ മാൽദീവ്സിലും അതേപോലെ തന്നെ മൗറീഷ്യസിലെല്ലാം റഡാർ സ്റ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് അഗൈൻ ഫോർ ദി ഇന്ത്യൻ ഓഷ്യൻ ആണ്. പിന്നെ അതേപോലെ നമുക്കറിയാം UN's ക്ലോസ്, അതായത് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻസ് ഓൺ ലോ ഓഫ് സീസ്, പിന്നെ അതേപോലെ ഇന്റർനാഷണൽ സീബെഡ് അതോറിറ്റി. ഓക്കെ, ഇവരൊക്കെ ആയിട്ട് ഇന്ത്യ എന്താണ് വളരെയധികം നല്ല ക്ലോസ് കോണ്ടാക്റ്റിലാണ് നിൽക്കുന്നത്. റൈറ്റ്. പിന്നെ അതേപോലെ നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള മൺസൂൺ, നമ്മളൊരു ജോഗ്രഫിക്കൽ എലമെന്റ് കൊണ്ടുവരികയാണെങ്കിൽ എന്താണ്, നമ്മളുടെ മൺസൂൺ വരുന്നത് എവിടെ നിന്നാണ്, ഇന്ത്യൻ ഓഷ്യൻ മഡഗാസ്കർ ഐലൻഡിൽ നിന്നുമാണ് നമ്മളുടെ മൺസൂൺ വിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മോയ്സ്ചറും കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ജോഗ്രഫീനെ നിലനിർത്താനും ഇന്ത്യൻ ഓഷ്യൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമെങ്കിൽ എന്തൊക്കെയായിരിക്കും അപ്പൊ ചലഞ്ചസ് വരിക? ഏറ്റവും ആദ്യം നമ്മൾ മിസ് ഔട്ട് ചെയ്യാനേ പാടില്ലാത്ത ഒരു ചലഞ്ചാണ് ചൈനാസ് സ്ട്രിംഗ് ഓഫ് പേൾ സ്ട്രാറ്റജി. സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യക്ക് ചുറ്റുമുള്ള ഓരോ രാജ്യങ്ങളിലും ചൈന എന്ത് ചെയ്തു, ചൈന ഓരോ പോർട്ടുകൾ ക്യാപ്ചർ ചെയ്തു. ഇപ്പൊ ജിബൂട്ടി ആയിക്കോട്ടെ, ആഫ്രിക്കൻ കോണ്ടിനെന്റിലുള്ള ജിബൂട്ടി, പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഇവിടെയുള്ള ഹമ്പൻ തോട്ട, പിന്നെ ഖാദർ പോർട്ട്, അപ്പോൾ ഈ പിന്നെ മ്യാൻമറിലുള്ള കൈപ്പയ്ക്ക്, എനിക്ക് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയില്ല, മ്യാൻമറിലുള്ള പോർട്ട്. അപ്പൊ ഇതെല്ലാം കൂടിയും ഒരു ഇന്ത്യക്ക് എന്താണ്, ഇന്ത്യനെ ഒന്ന് സർക്കിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇന്ത്യനെ ഒന്ന് ചോക്ക് ചെയ്യാനായിട്ട് ഉള്ള പ്ലാനിലാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ് ഡിപ്ലോമാറ്റിക് ഇൻഫർമേഷൻസ് ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് വളരെയധികം ഒരു ചലഞ്ച് ആയിട്ട് വരുന്നുണ്ട്. എക്സാക്ട്ലി ഇത് തന്നെ റീപ്ലേസ് ചെയ്യാൻ നോക്കുക. ഈ ഒരു വേർഡ് തന്നെ വളരെ നല്ലൊരു വേർഡും കാണാം. അതേപോലെ തന്നെ IR നമുക്ക് ഇതേപോലത്തെ കറക്റ്റ് എക്സാക്ട് ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് ടേംസ് യൂസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ, ഒരു ഡിപ്ലോമാറ്റിക് വൊക്കാബുലറി യൂസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു വാല്യൂ അഡീഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതേപോലെ ചൈന നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ചൈനയുടെ പ്രശ്നസ് ഉണ്ട്, ചൈനയുടെ അഗ്രഷൻ ഉണ്ട്, ചൈന ടെറിട്ടോറിയൽ സോവറിനിറ്റിനെ റെസ്പെക്ട് ചെയ്തില്ല, ചൈന അറ്റാക്ക് ചെയ്തു, ചൈന അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണ്, ഈ റിയൂണിയൻ ഐലൻഡിൽ ആരുണ്ട്, ഫ്രാൻസ് വന്നിട്ട് അവരുടെ ഒരു മിലിറ്ററി ബേസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ഗ്ലോബൽ വാർ ഗ്രൗണ്ട് ആയിട്ട് ഇന്ത്യൻ ഓഷ്യൻ മാറുമോ എന്നുള്ളൊരു ടെൻഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ മൊത്തത്തിൽ. കാരണം എന്താണ്, അവിടെ ഈ ഇതേപോലെയുള്ള ഈ മിലിറ്ററി ഐലൻഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, അവർക്കൊരു വാർ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പരിപാടികളും കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഇപ്പൊ റെഡ് സീ പൈറസി, ഇപ്പൊ സൊമാലിയൻ പൈറസി, അതൊക്കെ വളരെയധികം നമുക്കൊരു പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ ഓഷ്യനകത്ത്. ഓക്കെ, പിന്നെ അതേപോലെ ഇല്ലീഗൽ, അൺറിപ്പോർട്ടഡ് ആൻഡ് അൺറെഗുലേറ്റഡ്, IUU ഇങ്ങനെ വിളിക്കുക, ആ ടേം യൂസ് ചെയ്യുക. IUU എന്ന് തന്നെ നിങ്ങൾ ജസ്റ്റ് എഴുതുമ്പോൾ ഇല്ലീഗൽ, അൺറിപ്പോർട്ടഡ് ആൻഡ് അൺറെഗുലേറ്റഡ്, ദെൻ ബ്രാക്കറ്റിൽ IUU ഫിഷിംഗ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, IUU ഫിഷിംഗ് എന്ന് നിങ്ങളത് യൂസ് ചെയ്യുക. IUU ഫിഷിംഗ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതൊന്ന് മെൻഷൻ ചെയ്യുക. ഓക്കെ, സോ ഈ IUU ഫിഷിംഗ് എന്ന് പറയുന്ന പരിപാടി, അപ്പൊ അതായത് ഒരു റെഗുലേഷനും ഇല്ല, തോന്നിയ സ്ഥലത്തുനിന്ന് തോന്നിയ പോലെ പിടിക്കുക. അപ്പൊ എന്തൊക്കെ ജീവികളെ അവർ പിടിക്കുന്നുണ്ടെന്ന് ആരറിയുന്നു? എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ജീവികളെ പിടിക്കുന്നുണ്ടോന്ന് അറിയത്തില്ല, ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ജീവികളെ പിടിക്കുന്നുണ്ടോന്ന് അറിയില്ല. അത് ഈ പറഞ്ഞ പോലെ പിന്നീട് അവരുടെ എക്സ്റ്റിങ്ഷന് കാരണമാവും എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ IUU, അതായത് ഇല്ലീഗൽ, അൺറിപ്പോർട്ടഡ് ആൻഡ് അൺറെഗുലേറ്റഡ് ഫിഷിംഗ് വളരെ വലിയൊരു കൺസേൺ ആണ് ഇന്ത്യൻ ഓഷ്യൻ റീജിയനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്കുള്ള ഒരു വാല്യൂ അഡീഷൻസ്. ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഇന്ത്യൻ ഓഷ്യനെ സംബന്ധിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട്, നമുക്ക് ഏതൊരു ആൻസേഴ്സിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഇത്രയും പോയിന്റ്സ്. ഓക്കെ, അതായത് ഏകദേശം 80% ഗ്ലോബൽ ഓയിൽ ഇതിലൂടെയാണ് പോകുന്നത്, 90% ഇന്ത്യയുടെ ട്രേഡ് ഇതിലൂടെ പോകുന്നു, ബ്ലൂ എക്കോണമി ഡെവലപ്പ് ആവുന്നു, ഇന്ത്യയുടെ ബോർഡർ ഏകദേശം കോസ്റ്റലായിട്ട് വരുന്നത് 7,516
കിലോമീറ്റേഴ്സ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഫ്രീക്വന്റ് ആയിട്ട് മിലിറ്ററി എക്സസൈസസ് അവിടെ നടത്തുന്നുണ്ട്. റഡാർ സ്റ്റേഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട് മൗറീഷ്യസിലും. പ്ലാൻ ചെയ്യുന്നല്ല, ഉണ്ട് ഓൾറെഡി മൗറീഷ്യസിലും. അതേപോലെ തന്നെ ആഫ്രിക്കൻ നേഷൻസിലും. പിന്നെ ചൈനയുടെ സ്ട്രിങ് ഓഫ് പേൾ സ്ട്രാറ്റജി, അതൊരു ചലഞ്ചാണ്. അതേപോലെ ഫ്രാൻസ് ഈ പറഞ്ഞ പോലെ മിലിറ്ററൈസേഷൻസ് കൊണ്ടുവരുന്നത് ഒരു ചലഞ്ചാണ്. റെഡ് സി പൈറസി, സൊമാലിയൻ പൈറസി, അതൊക്കെ ഒരു ഭയങ്കര കൺസേൺ ആണ്. അതൊക്കെ നമ്മളുടെ ട്രേഡിനെ എഫക്ട് ചെയ്യുന്നു. ഈ പൈറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാടാണ്, വലിയ സംഗതിയാണ്. കാരണം നമ്മൾ വലിയൊരു കപ്പലിലേക്ക് നമുക്കൊരു കുഞ്ഞു ബോട്ട് വളരെ കോസ്റ്റ് നമുക്ക് എന്താണ് കുറഞ്ഞിട്ടുള്ള അറ്റാക്കിംഗ് വെപ്പൺസ് ഉപയോഗിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ വളരെ പാടാണ് നമുക്ക് ആ സാധനം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. കാരണം ഈ പൈറേറ്റ്സ് യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം വളരെ ചീപ്പും, പക്ഷെ അത് വളരെയധികം എന്താണ് അത് വളരെയധികം എക്സ്പ്ലോഷൻസ് കോസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള മെഷേഴ്സ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ട്രേഡ് എഫക്ട് ചെയ്യും. അതേപോലെ തന്നെ ഇല്ലീഗൽ, അൺറിപ്പോർട്ടഡ് ആൻഡ് അൺറെഗുലേറ്റഡ് ഫിഷിംഗും കൂടി നിങ്ങൾ കോട്ട് ചെയ്യണം. ഓക്കെ, സോ ഇതെല്ലാമാണ് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ഓഷ്യനായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ച് പറയേണ്ട ഫാക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പക്ഷെ ഒരു ഇന്ത്യൻ ഓഷ്യനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് ഓക്കെ, നമ്മൾ എപ്പോഴും ടോപ്പർ കോപ്പീസ് ഒരുപാട് നോക്കുമ്പോൾ അവരെല്ലാവരും എന്താണ്, അവർ പലരും ഒരു കോട്ട് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്കും അതേപോലെ ഓരോ കോട്ടൊക്കെ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അപ്പൊ ഞാൻ അങ്ങനത്തെ കുറച്ച് കോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, സോറി ഇത് എക്സ്റ്റേണൽ അറേസ് എന്നാണ്, സോറി ഇത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആണ്. ഓക്കെ, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ സാർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യസ് അപ്രോച്ച് ടു ഇന്ത്യൻ ഓഷ്യൻ ഈസ് കോപ്പറേറ്റീവ്, കൺസൾട്ടേറ്റീവ് ആൻഡ് ഔട്ട്കം ഓറിയന്റഡ്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ കൺക്ലൂഷനിൽ യൂസ് ചെയ്യാം. റൈറ്റ്. അതേപോലെ തന്നെ ഇതൊരു നല്ല ടേം കോട്ടാണ് നിങ്ങൾക്ക് ഒരു കൺക്ലൂഡ് ചെയ്യാനായിട്ട്, ഫ്രം ദ ഇന്ത്യൻ ഓഷ്യൻ ഫോർ ദ വേൾഡ് എന്നുള്ളത്. ഓക്കെ, ദെൻ ഇതൊരു ഇതാണ്, അതായത് ഇന്ത്യയുടെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നാഷണൽ ജൂറിസ്ഡിക്ഷൻ, അതായത് സോറി നമ്മുടെ ഒരു ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ കഴിഞ്ഞിട്ടുള്ള എല്ലാ വാട്ടർ ബോഡീസിനെയും ഓക്കെ ഗ്ലോബൽ കോമൺ എന്ന് ഡിക്ലെയർ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ഗ്ലോബൽ കോമൺ ഹെറിറ്റേജ്, ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഒരേപോലെ അവകാശപ്പെട്ട സാധനം. ഇപ്പൊ ഇന്ത്യ എത്രയാണ്, ഇപ്പൊ ഇന്ത്യയുടെ ഒരു 124 മൈൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള വാട്ടേഴ്സ് അതിൽ വേറെ ഒരു രാജ്യങ്ങളും ക്ലെയിം ചെയ്യാൻ വരാൻ പാടില്ല. അത് പകരം എന്ത് ചെയ്യണം, അതൊരു കോമൺ ആയിട്ടുള്ള ഒരു ഗ്ലോബൽ കോമൺ എന്ന് വിളിക്കും. ഇപ്പൊ ഹൈ സീസ് ട്രീറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലെ, അതേപോലെ ഹൈ സ്പേസ് ട്രീറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഗ്ലോബൽ കോമൺസിന്, ആളുകൾക്ക് എല്ലാവർക്കും ഒരേപോലെ അവകാശപ്പെട്ട ഒരു പെർട്ടിക്കുലർ നേഷന് വേണ്ടിയിട്ടുള്ള മാത്രമായിട്ടുള്ളതല്ല എന്നുള്ള രീതിയിൽ. അപ്പൊ ഇന്ത്യയുടെ ഒരു അപ്രോച്ച് ടു ഇന്ത്യൻ ഓഷ്യൻ റീജിയൻസിലൊക്കെ ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ്. പിന്നെ ഈ പറഞ്ഞ ഈ ടേമുകളൊക്കെ യൂസ് ചെയ്യുക, ദാറ്റ് ഈസ് ഓഷ്യൻ ഡിപ്ലോമസി എന്നൊക്കെ ഉള്ള ടേമുകൾ യൂസ് ചെയ്യുക. ഇതാണ് ഇപ്പോൾ ബയോഡൈവേഴ്സിറ്റി ബിയോണ്ട് നാച്ചുറൽ ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ ഇതൊരു ഫാക്റ്റ് ആണ്, ഞാനത് പ്രിലിംസിന്റെ ഇതിനകത്ത് ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, ബട്ട് സ്റ്റിൽ ഞാൻ ഇവിടെ ജസ്റ്റ് കൊടുത്തേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇന്ത്യയാണ് ഈ IORM ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷന്റെ ചെയർമാൻഷിപ്പ് ഇപ്പോൾ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷനെ കുറിച്ച് ഒന്ന് പ്രിപ്പയർ ചെയ്തോളാം. UPSC പ്രിലിംസിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് എക്സ്പെക്ട് ചെയ്യാം, നമുക്ക് ചോദിച്ചേക്കാം. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഓഷ്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഈ ലൈൻ കോട്ട് ചെയ്യാം. അതാണ് ഞാൻ ഇവിടെ കോട്ട് ചെയ്തത്. ദാറ്റ് ഈസ് ദ ഇന്ത്യൻ ഓഷ്യൻ, ദ ക്രേഡിൽ ഓഫ് സം ഓഫ് വേൾഡ്സ് ഓൾഡസ്റ്റ് സിവിലൈസേഷൻസ് ക്യാൻ നൗ ബിക്കം ദി ക്രേഡിൽ ഓഫ് ന്യൂ ബ്ലൂ ഇക്കോണമി. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഈ ന്യൂസ് ആർട്ടിക്കിൾ വായിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ന്യൂസ് നോക്കുമ്പോൾ ഈ ന്യൂസ് പറയുന്നത് എന്താണ്, നമ്മുടെ ഒരു ബ്ലൂ ഇക്കോണമി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനകത്ത് നമുക്ക് എങ്ങനെയാണ് ഈ ഇന്ത്യൻ ഓഷ്യനെ കൊണ്ടുവരാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനകത്തുള്ള പോരായ്മകൾ, എങ്ങനെയാണ് ഇന്ത്യ ലീഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ ഒരു ഡോക്ടറിനെ കുറിച്ച്. അതാണ് ഇദ്ദേഹം ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ചാമ്പ്യൻഡ് ദ പ്രിൻസിപ്പിൾ ദാറ്റ് ദ സീബെഡ് ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ ഷുഡ് ബി ദ കോമൺ ഹെറിറ്റേജ് ഓഫ് മാൻകൈൻഡ്. അതാണ് ഗ്ലോബൽ കോമൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഗ്ലോബൽ കോമൺ, ലോകത്തിന് മുഴുവൻ എല്ലാ രാജ്യങ്ങൾക്കും ഒരേപോലെ അവകാശപ്പെട്ടത്. ഇപ്പൊ ഇന്ത്യ എപ്പോഴും ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹൈ സീസ്, അതായത് നാഷണൽ ജൂറിസ്ഡിക്ഷൻ കഴിഞ്ഞിട്ടുള്ള സീകളെല്ലാം ഗ്ലോബൽ കോമൺ ആയിട്ട് ഡിക്ലെയർ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഇവിടെ പറയുന്ന ഒരു പ്രശ്നം, ഇതിന്റെ റെഗുലേഷന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് കുറവാണ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നുള്ളത്. അതേപോലെ തന്നെ പ്രൈവറ്റ് എന്റിറ്റീസിന്റെ സൈഡിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് കുറവാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, അത് ചാനലൈസ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ദെൻ ഇന്ത്യസ് ബ്ലൂ സ്ട്രാറ്റ്, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇന്ത്യസ് ബ്ലൂ ഓഷ്യൻസ്, ഇന്ത്യസ്
ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി. ഓക്കെ, അത് 3 പില്ലേഴ്സിലാണ് വരുന്നത്. ഒന്ന് സ്റ്റുവാർഡ്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോറി ഓക്കെ, സ്റ്റുവാർഡ്ഷിപ്പ് എന്ന് പറയുന്ന കാര്യം എന്താണ്? നമ്മൾ ഒരിക്കലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാൻ പാടില്ല. അതായത് ഇന്ത്യൻ ഓഷ്യൻ ഇന്ത്യയുടെ മാത്രമാണ് എന്ന് പറയാൻ പാടില്ല. പകരം കോപ്പറേറ്റീവ് ആയിട്ട് നിന്ന് നമ്മൾ ആ എക്കോസിസ്റ്റത്തിനെയും ബയോഡൈവേഴ്സിറ്റിനെയും ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ സസ്റ്റൈനബിലിറ്റി പ്രൊമോട്ട് ചെയ്യുക സ്റ്റുവാർഡ്ഷിപ്പ് വഴി. അതാണ് ഒന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് റെസിലിയൻസ് ആണ്. ഈ റെസിലിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ക്ലൈമറ്റ് ക്രൈസിസ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ ആ ഒരു റീജിയനിലെ ആളുകൾക്ക് അവിടെ ഒരുപാട് കുഞ്ഞു സ്മോൾ ഐലൻഡ് നേഷൻസ് ഉണ്ട്. അപ്പൊ അവരെല്ലാം എന്ത് ചെയ്യുക? പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഇത് മൂന്നുമാണ് ഇന്ത്യയുടെ ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജീസിന്റെ 3 പില്ലേഴ്സ് ആയിട്ട് അദ്ദേഹം പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഡീറ്റെയിലി പറയുന്നുണ്ട് എന്തൊക്കെയാണ് നിലവിലുള്ള പ്രശ്നങ്ങൾ. നമ്മൾ കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞ്, പക്ഷെ കുറച്ചുകൂടി കൂടുതലായിട്ട് ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ആർട്ടിക്കിൾ വായിക്കുക. വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ഓക്കെ, സോ യെസ്, അപ്പൊ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് എനിക്ക് ജസ്റ്റ് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറയണം. ഓക്കെ, നമ്മളുടെ സെന്റർ റീസെന്റ് കൊപ്ര ഓക്കെ, ആ പ്രൊഡക്റ്റിന് MSP കൂട്ടിയിട്ടുണ്ട്. ക്ലിയർ? അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും MSP വീണ്ടും ന്യൂസിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ MSP ആരാണ് ഡിക്ലെയർ ചെയ്യുന്നത്? ആരാണ് റെക്കമെൻഡ് ചെയ്യുന്നത്? ഓക്കെ, ഡിക്ലെയർ ചെയ്യുന്നത് ആരാണ്? ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ ഇക്കണോമിക് അഫയേഴ്സ്. ആരാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്? CACP, കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ്. ഓക്കെ, ദെൻ അപ്പൊ ഇതിനകത്ത് കൊപ്ര ഇൻക്ലൂഡഡ് ആണോ എന്നുള്ള ചോദ്യം വരും. യെസ്, കൊപ്ര ഇൻക്ലൂഡഡ് ആണ്. ക്ലിയർ? അതിന്റെ റേറ്റ് കൂടിയിട്ടുണ്ട്. ഇപ്പൊ ബാലൻസ് ബാക്കിയുള്ള ഏതൊക്കെ ക്രോപ്സ് ഇതിനകത്ത് വരുന്നുണ്ട്? ഏകദേശം ഖാരിഫ് ക്രോപ്സ് ഏതൊക്കെയാണ് ഖാരിഫ് ക്രോപ്സ്? ഇതിനകത്ത് വരുന്ന ഏതൊക്കെയാണ് റാബി ക്രോപ്സ്? ഇതിനകത്ത് ഏതൊക്കെയാണ് കൊമേഴ്ഷ്യൽ ക്രോപ്സ്? അത് ഒന്ന് സോർട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നേരം നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്തത് പ്രൊഡക്റ്റീവ് ആയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, ആൻഡ് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് അവർ യൂട്യൂബ് ചാനൽ. കാരണം നമ്മൾക്ക് എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് കറണ്ട് അഫെയർ അനാലിസിസ് നമ്മൾ നടത്തുന്നതാണ്. ഓക്കെ, യെസ്. സോ താങ്ക് യു.